ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയിൽ ഒരു മാതൃഹൃദയമുണ്ടെന്നും ആ മാതൃഹൃദയത്തിൽ സ്നേഹമായി ജ്വലിക്കുക എന്നതാണ് തൻ്റെ ദൈവവിളിയെന്ന് കുത്രീസ്യ മനസ്സിലാക്കി. അവൾ ഏറ്റുപറഞ്ഞു, എൻ്റെ ദൈവവിളി സഭയുടെ ഹൃദയത്തിൽ സ്നേഹമാവുക എന്നതാണ്. പ്രബോധകരോ അത്ഭുത പ്രവർത്തകരോ രോഗശാന്തി വരമുള്ളവരോ നിങ്ങളിൽ ഏറെയില്ല. എന്നാൽ ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുവിൻ. അതെ, ഈ ദാനമാണ് സ്നേഹം. എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ഒരു പടയാളിയാകണം, അവൻ്റെ പുരോഹിതനാവണം, അവനെ കൈകളിൽ വഹിക്കണം, അവൻ്റെ സുവിശേഷം പഞ്ചലോകത്തിലും എനിക്ക് വിതയ്ക്കണം, അവൻ്റെ കുരിശു നാട്ടണം. ഈ ആഗ്രഹത്താൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ അവൻ്റെ മണവാട്ടിയാവുന്ന സഭയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ദൈവസ്നേഹത്താൽ ജ്വലിച്ച് തൻ്റെ പ്രാർത്ഥനകളാലും പരിത്യാഗത്താലും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവസ്നേഹവും ശക്തിയും പകർന്നു. എങ്ങനെ ഒരു ഹൃദയം രക്തവും ഊർജവും മറ്റു ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുവോ, അതുപോലെ കർമ്മലമലയിൽ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് അവൻ്റെ മണവാട്ടിയാവുന്ന സഭയുടെ ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥനകൾ വഴി ദൈവസ്നേഹത്തിൻ്റെ ഊർജവും ശക്തിയും തൻ്റെ സഹോദരങ്ങളാകുന്ന പ്രേക്ഷിതർക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രദാനം ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവവിളി ഏതുമായിക്കൊള്ളട്ടെ, പ്രാധാന്യം നാം ആരുടെ കൂടെ ആയിരിക്കുന്നു, ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്നതിലാണ്. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയോട് ചേർന്നിരുന്ന് നമ്മുടെ അമ്മയായ അവളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രാർത്ഥനകൾ വഴി പരിത്യാഗങ്ങൾ വഴി മുറിവേറ്റ ആ അമ്മയെ നമുക്ക് സംരക്ഷിക്കാം. അവളുടെ ഹൃദയത്തിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ എങ്ങനെ ചേർന്നിരുന്നോ അതുപോലെ ചേർന്നിരുന്ന് അവൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.